പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് പരാതി. ഇന്നലെ രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് AICC അംഗം അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കെ നടത്തിയ അഭിസംബോധന പെരുമാറ്റച്ചട്ട ലംഘനമെന്നാണ് ആരോപണം. വിവരങ്ങളുമായി ശ്രീകുമാരനാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീധേ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. ആ സമയത്ത് ഈ തരത്തിൽ ഒരു അഭിസംബോധന രാജ്യത്തോട് നടത്തുന്നു. അത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിൽ ബാധിക്കും, അത് ചർച്ചയാകുന്നുണ്ട് എന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. ഏത് തരത്തിലായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഈ പരാതിയെ കാണുക? ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള ആദ്യ പരാതിയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നതെന്നാണ് ഈ പരാതിയിൽ അനിലക്കര ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ, വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് ഈ പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്കടക്കം കടക്കുമെന്നാണ് അനിലക്കരെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസമാണ് അനിലക്കര AICC അംഗവും അടാട്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ അനിലക്കര അയച്ചിരിക്കുന്നത്. ഓക്കെ, അന്വേഷണം നടത്തി ആവശ്യമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സന്തോഷ് കുമാർ MP കൂടി ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിന് കത്തയച്ചിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയില്ല, നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ നാടാൻ കളിക്കാണ് സന്തോഷ് കുമാർ പറയുന്നുണ്ട്. മോദി BJPയുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, രാജ്യത്തെ ജനങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രീയം റാലികളിലും വാർത്താ സമ്മേളനം നടത്തിയും പറയാം. അതല്ലാതെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ രാഷ്ട്രീയം ആ രീതിയിലുള്ള കക്ഷി രാഷ്ട്രീയം പറയൽ ആണ് ഈ അനിലക്കരയും സന്തോഷ് കുമാർ MP അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന BJPക്ക് അനുകൂലമായി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങി വയ്ക്കുന്നതിനിടയിലാണ് ആ പരാതി. അതിൽ നടപടി എന്തെങ്കിലും ഉണ്ടാവും എന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.